ഒരു ചോദ്യം, തമന്നൗ, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? അപ്പൊ സ്വഹാബിമാരൊക്കെ മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി. എന്താ ചെയ്യുക, എന്താ പറയാ? ജീവിതത്തിലെ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ ആരും മിണ്ടുന്നില്ല. ഉമർ എന്നവർ, പറയൂ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? തങ്ങളുടെയൊക്കെ നബി തങ്ങൾ വഫാത്തായതിൻ്റെ ശേഷമാണിത്. അപ്പൊ ഒന്നും പറയുന്നില്ല. അപ്പൊ ഒരു സ്വഹാബി, അത്തമന്നാ ലൗ കാന ലീ മിൽഉ ഹാദിഹി ദാരി ദഹബൻ വഫില്ലതൻ ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്. അവരിയ്ക്കുന്ന വീട്, ഈ വീട് നിറയെ സ്വർണ്ണ നാണയം, വെള്ളി നാണയങ്ങൾ അല്ലാഹു എനിക്ക് നൽകുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഭാര്യയ്ക്ക് 10 മാലിൻ്റെ വളയും 5 പവൻ്റെ മാലയും പാദസരവും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതാണോ? എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്, അത് മുഴുവൻ ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുത്തിരിക്കും, ഒന്നുപോലും ഞാൻ എടുക്കൂല, എല്ലാം കൊടുക്കും. അതത്ര എളുപ്പമുള്ള കാര്യമില്ല. പൈസ ഒക്കെ കൈ കിട്ടിയോ കൊണ്ടേ അപ്പോഴേക്കും വിവരം അറിയാം, അപ്പോൾ കൊടുക്കാൻ തോന്നൂല. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ? ഗൾഫിലേക്ക് പോകുമ്പോഴൊക്കെ ഉസ്താദന്മാരോടൊക്കെ ദ്വാരപ്പിച്ചിട്ടില്ല, മുനീറുദ്ദീൻ ഉസ്താദ് എവിടെയൊക്കെ ദ്വാരണ്ടാവില്ല, ഗൾഫിലേക്ക് പോകണം, ആദ്യമായിട്ട് ദ്വാരക്കണേ, നല്ല ജോലി കിട്ടണേ, ശമ്പളം കിട്ടണേ. എന്നാൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടുന്നുണ്ട് എന്നുള്ള വിവരമൊന്നും പിന്നെ നാട്ടുകാരെ അറിയില്ല. അത് പോയി, ആ ടൈം ദ്വാരം തന്നില്ലേ, കഴിഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കാറില്ല ബാക്കിലോട്ട്. ഒരുപാട് ആളുകളുടെ ആമീനാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം എന്നൊന്നും ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ കഴിയുക, ഇതൊരു വലിയ തൗഫീഖാണ്. അമീറുൽ മുഅ്മിനീൻ, ഈ വീട് നിറയെ എനിക്ക് സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുകയായിരുന്നുവെങ്കിൽ എൻ്റെ ആഗ്രഹം മുഴുവൻ ഞാൻ അള്ളാഹ്ക്ക് കൊടുക്കും. അപ്പൊ അടുത്ത സ്വഹാബി, പറയൂ തമന്നൗ, വേറെ ആർക്കാ എന്താ ആഗ്രഹം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ വീട് നിറയെ ഡയമണ്ടുകൾ, പ്രഷ്യസ് സ്റ്റോൺസ്, വിലപിടിപ്പുള്ള കല്ലുകൾ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ ദാനം ചെയ്യും. അവർ ദാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നവാസ്കർ കാര്യം പറഞ്ഞിരുന്നു, പരിപാടിക്ക് കാര്യമായ ഓഫറും കാര്യങ്ങളൊന്നും വേണ്ട, ബക്കറ്റ് വരുമ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് സഹായിക്കണേ എന്ന് ഉസ്താദ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണേ, എല്ലാവരും ഒന്ന് കാര്യമായിട്ട് എന്നെ സഹായിക്കണേ. കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഉള്ളതിലെ ചെറുതെടുത്ത് കൊടുക്കണം എന്നല്ല, ഉള്ളതിലെ ഇപ്പം നാളെ എന്തെങ്കിലും ആവും ഒന്നും ചിന്തിക്കണ്ട, അള്ളാഹുവിന് വേണ്ടി നല്ലൊരു നിയ്യത്തോടു കൂടെ നമ്മൾ കൊടുക്കുക, അള്ളാഹു ഇതിന് പകരം തരും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുത്തിരിക്കും. അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ പറഞ്ഞു, വീണ്ടും തമന്നൗ, ആഗ്രഹിച്ചോളൂ. അപ്പം ആർക്കൊന്നും പറയാനില്ല, ഇനി ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ലാ നജിദു മാ നതമന്ന, ഒന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആഗ്രഹം ഒന്ന് പറഞ്ഞേക്കണേ, നിങ്ങൾ എന്താ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ദുന്യാവിൽ? അപ്പൊ പറഞ്ഞു, ലൗ കാന ലീ അംസാലു അബീ ഉബൈദത്ത് ബിനുൽ ജറാഹ് വസാലിം മൗലാ അബീ ഹുദൈഫ വമുആദ് ബിൻ ജബൽ ലസ്തഅമൽതുഹും ഫീ ഇഅലാഇ കലിമത്തില്ലാഹ്. എനിക്ക് വേണ്ടത് ചില ആളുകളെയാണ്, പൈസയല്ല, വ്യക്തികൾ. ഇപ്പം ഇവിടെ അൽ ഹിദായ എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംവിധാനമുണ്ട് അല്ലേ? വളരെ 2 കോടിയിലേറെ രൂപ ഇവിടുത്തെ രോഗികൾക്ക്, പാവപ്പെട്ടവർക്ക് നൽകിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞു. കുറേ കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തു. എത്ര 100 പിള്ളേരെ പള്ളി ചെയ്ത് കൊടുത്ത, മാഷാ അല്ലാ. കണ്ണന്തറ നന്മകളുടെ ഒരു വല്ലാത്ത ഒരു കലവറയാണ്. അത്രയും മനോഹരമായൊരു പ്രദേശം. കുട്ടികളെ, അപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ മക്കളൊക്കെ ഈ മയക്കുമരുന്നും അഡിക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, കുട്ടികൾക്ക് ഒഴിവുള്ള സമയം ഞങ്ങളവരെ പല കാര്യങ്ങളിൽ വ്യാപൃതരാക്കുന്നുണ്ട്, കാറ്ററിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്കാണ് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വീക്കെൻഡിൽ അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു 10, 200, 500 രൂപ കിട്ടുന്നത്, ആ പൈസ എടുത്ത് അവർ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ എത്ര 10, 14,000 രൂപ എങ്ങാനും കിട്ടും. അതെ, 74
275ഓളം കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തത്. മാഷാ അല്ലാ, ഇതൊരു വലിയ മാതൃക സൃഷ്ടിച്ച ഒരു മഹല്ലാണ്. കേരളീയ മഹല്ലുകൾക്ക് ഇത് വലിയ മാതൃകയാണ്. നിങ്ങളുടെ ഈ ആവേശവും നിങ്ങളുടെ ഈ താല്പര്യവും നിങ്ങളുടെ മുഖത്തെ ഈ അഭിമാനബോധവും എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്ന് ഒരിക്കലൂടെ ഞാൻ പറയാണ്. ഇത് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സേവനമാണ്. വ്യക്തികൾ, ഇസ്ലാമിന് വേണ്ടത് അതാണ്. പൈസയും സൗകര്യങ്ങളൊക്കെ വേണം, പക്ഷേ അതിലപ്പുറമാണ് വ്യക്തികൾ. ഉമർ തങ്ങളുടെ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് തങ്ങളെ പോലെ, സാലിം മൗല അബീ ഹുദൈഫ, അബൂ ഹുദൈഫ തങ്ങളുടെ പരിചാരകനായ സാലിം തങ്ങളെ പോലെ, ഉലമാക്കളുടെ നേതാവെന്ന് നബി തങ്ങൾ പറഞ്ഞ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നല്ല നല്ല ആളുകളെ കിട്ടുകയാണെങ്കിൽ അവരെ ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ഈ സത്യസന്ദേശം മനുഷ്യർക്ക് കൈമാറാൻ ഞാൻ അവരെ ഉപയോഗിക്കുമായിരുന്നേനെ. എൻ്റെ ആഗ്രഹം അത്തരം ആളുകളെ കിട്ടണമെന്നാണ്. നല്ല മാൻ പവർ, എനിക്കതാണ് വേണ്ടത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതൊരു വ്യത്യസ്തമായ ചിന്തയാണ്. നമ്മുടെ മക്കൾ നാളെ വലുതായി ജോലി കിട്ടി, ഇപ്പം പഠിക്കുന്നതൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനെ ഒരു പ്രൊഫഷണൽ ലോകം മെറ്റീരിയലൈസ്ഡ് മാറിയിട്ടുണ്ട്. ഏത് ജോലി, എന്ത് കിട്ടും, എത്ര ശമ്പളം കിട്ടും, ആ കോഴ്സ് പഠിച്ചാൽ ഇത്രയും നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ പഠിക്കുന്നത് ഫോർ ദ സേക്ക് ഓഫ് നോളജ്, അറിയാൻ വേണ്ടി പഠിക്കുക, അങ്ങനെ സംഭവം ഇപ്പോൾ കുറവാണ്. പടച്ച റബ്ബ് നമ്മളൊക്കെ സഹായിക്കട്ടെ, അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. നമ്മുടെ മക്കൾ വലുതായി ഒരുപാട് പൈസ നമുക്ക് കൊണ്ടുതരുന്നതിനേക്കാൾ വലുതാണ് അവർ മുതിർന്നവരായി മാറുമ്പോൾ നമ്മുടെ പെൺകുട്ടികളും ആൺമക്കളും നല്ല മക്കളായി മാറുക എന്നത്. നല്ല മക്കളായി അവർ മാറട്ടെ, ഇതാണ് നമ്മുടെ ആഗ്രഹമാവേണ്ടത്. അവർ നന്നാവട്ടെ. ചിലപ്പോൾ കാശുണ്ടായില്ല എന്ന് വരും, കുറച്ചുണ്ടായിന്ന് വരും, കുറച്ച് കൂടുതലായി കുറഞ്ഞെന്ന് വരും, അതൊന്നും പ്രശ്നമല്ല. അവർ നല്ല സൽസ്വഭാവികളാണ്, അവർ തിന്മകൾ കടിമകളല്ല, അവർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണ്, നാടിനെ ഇഷ്ടപ്പെടുന്നവരാണ്, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി സേവന പ്രവർത്തനങ്ങളിൽ നിരതരാകുന്നവരാണ്. അങ്ങനത്തെ ഒരു മക്കളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൻ്റെ സൗഭാഗ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മുഅ്മിനെ, ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി തരട്ടെ. മക്കളില്ലാത്ത ഒരുപാട് ദമ്പതിമാർ ഈ സദസ്സിലുണ്ടായിരിക്കാം, പരിപാടി കേൾക്കുന്നവരുണ്ടായിരിക്കാം, ഓൺലൈനിലായിട്ടും മറ്റും. അള്ളാഹു അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ റബ്ബ് തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കടുത്ത ഒരു വരൾച്ച സംഭവിക്കുകയാണ്. ആമുർ റമാദ എന്നാണ് അതിൻ്റെ പേര്. അതായത് മദീനയുടെ പരിസരങ്ങളിൽ മഴയില്ലാത്ത വർഷങ്ങളായി. 5 വർഷത്തോളം മഴ കിട്ടുന്നില്ല, കൃഷിയില്ല, ഈത്തപ്പന കഴിക്കുന്നില്ല, മദീനയിൽ ഭക്ഷണമില്ല, പട്ടിണിയാണ്. ഫറൂഖ് റളിയല്ലാഹു അൻഹു മദീന മിമ്പറിൽ കയറി ഖുതുബയോതുകൊണ്ടിരിക്കുമ്പോൾ വയറിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള ശബ്ദം. അന്നേരം പറഞ്ഞ വാക്കുണ്ട്, തങ്കലിപികളാൽ അത് ലേഖനം ചെയ്യപ്പെട്ടു. മിമ്പറിൽ നിന്നുകൊണ്ട് ഉമർ എന്നവർ സ്വന്തം വയറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഖർഖിർ ഔ ലാ തുഖർഖിർ വല്ലാഹി യാ ഉമർ ലാ തഅകുലു ഹത്താ യശ്ബഅ അത്ഫാലുൽ മുസ്ലിമീൻ. ഉമറേ, നിന്റെ വയറിൽ നിന്ന് ഏതൊക്കെ ശബ്ദം വന്നാലും കാര്യമില്ല കേട്ടോ. മുസ്ലിമീങ്ങളുടെ പിഞ്ചു പൈതങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉമറേ നിന്റെ വായയിലേക്ക് ഞാനൊന്നും തരില്ല എന്ന് സ്വന്തത്തോട് സംസാരിച്ച ഭരണാധികാരിയാണ്. ലോകത്തിന് നീതിയുടെ അതിഉദാത്തമായ സംഭാവനകൾ ചെയ്ത മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാത്മജി പറഞ്ഞുപോൽ, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണ സംവിധാനമാണെന്ന്. സുബ്ഹാനല്ലാഹ്. ഖർഖിർ ഔ ലാ തുഖർഖിർ ഇൻ ജാഅ ഫീ ശിദ്ദത്തിൻ ഖൗമുൻ ശരിക്തുഹും ഫിൽ ജൂഇ ഔ തൻജലി അൻഹും ഗവാശിഹാ جوع الخليفة فالدنيا بقبضته في الزهد منزلة سبحان موليها.
20-ലേറെ രാജ്യങ്ങളുടെ അധികാരം കൈകളിലുണ്ടായിരുന്ന ഭരണാധികാരിയാണ്. ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ പ്രജകൾ മുഴുവൻ വയറ് നിറയുന്നവരെ ഞാൻ തിന്നില്ല എന്ന് പറഞ്ഞ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് മസ്ജിദുൽ അഖ്സായുടെ താക്കോൽ ജെറൂസലേമിലെ പാട്രിയാർക്കീസുമാർ മുസ്ലിമീങ്ങളുടെ ഖലീഫയ്ക്ക് നിരുപാധികം കൈമാറാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ മദീനയിൽ നിന്ന് ഷാമിലേക്ക് ജെറൂസലേമിലേക്ക് കടന്നു പോകുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇന്നും മസ്ജിദുൽ അഖ്സയുടെ മുമ്പിൽ മസ്ജിദ് ഉമർ എന്നൊരു പള്ളിയുണ്ട്. അതിൻ്റെ മാർക്കറ്റിലൂടെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ ഒരുപാട് വഴിയുണ്ട്. അതിൽ മാർക്കറ്റിലൂടെ പോവുകയാണെങ്കിൽ മസ്ജിദ് ഉമർ, ഇപ്പുറത്ത് ഇത് ചർച്ച് ഓഫ് സെപ്പൽക്കർ, ഒരു ഭാഗത്തൊരു ചർച്ച് മുമ്പിൽ, ഇപ്പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലെ മസ്ജിദ്, അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കടന്നു പോവുക. അന്ന് ഉമർ എന്നവർ താക്കോല് വാങ്ങാൻ വന്നപ്പോഴാണ് ക്രിസ്ത്യാനികൾ മഹാനവറുകൾക്ക് വളരെ ആദരം കൊടുത്ത് സ്വീകരിച്ചപ്പോൾ അസ്ർ നിസ്കാരത്തിൻ്റെ സമയമായി. ഉമർ എന്നവർ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ സമയമായല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ, ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങൾക്ക് നിസ്കരിക്കാം. അദ്ദേഹം പറഞ്ഞ മറുപടി, ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എത്ര ദീർഘദൃഷ്ടിയുള്ളതാണ്. അദ്ദേഹം മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ ഈ മഹാമനസ്കതക്ക് നന്ദി. പക്ഷേ ഞാൻ ഇന്നിവിടെ നിസ്കരിച്ചു പോയാൽ ഈ രാജ്യം മുസ്ലിം ഭരണത്തിന് കീഴിൽ വരുമ്പോൾ ഒരുപക്ഷേ ഇത് ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ ഭരണാധികാരി നിസ്കരിച്ച ഇടമാണെന്ന് പറഞ്ഞ് ഒരു അവകാശവാദം വന്നേക്കാം. അത് വേണ്ട, എനിക്ക് കുറച്ചപ്പുറത്ത് ഒരു സ്ഥലം വൃത്തിയാക്കി തന്നാൽ മതി. അവിടം വേസ്റ്റുകൾ കുമിഞ്ഞുകൂടിയിരുന്ന സ്ഥലമായിരുന്നുവെന്നാണ്. അതൊക്കെ ഒന്ന് വലിച്ചു നീക്കി വൃത്തിയാക്കി അമീറുൽ മുഅ്മിനീനും കൂടെ വന്ന സ്വഹാബിമാർക്കും നിസ്കരിക്കാൻ ഇടം കൊടുത്തു. അത് ഈ സെപ്പറക്കൽ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണുള്ളത്. നേരെ അതിന് നടുവിലൂടെ വഴിയാണ്. ആ മസ്ജിദാണ് മസ്ജിദ് ഉമർ റളിയല്ലാഹു അൻഹു. എത്ര വലിയ മത സൗഹാർദ്ദത്തിൻ്റെ, സഹിഷ്ണുതയുടെ, ഒരാളെയും വേദനിപ്പിക്കരുത്. ഒരു മതവിശ്വാസിക്കും ഏത് ആചാര വിശ്വാസമായിരിക്കട്ടെ എൻ്റെ കാരണം കൊണ്ട് പിന്നീട് പോലും ഒന്നും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച മഹാൻ. അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് വളർത്തിയെടുത്ത സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ചടങ്ങിന് ചെന്നപ്പോൾ ഒരുപാട് ഭക്ഷണം, മഹാനവറുകളെ സ്വീകരിക്കുന്ന വേദിയല്ലേ, ഭക്ഷണ തിന്മേശയിൽ ഇരുന്നപ്പോൾ ഒരുപാട് ഭക്ഷണമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, യാ അല്ലാഹ്, കുല്ലു ഹാദാ ലനാ, ഇത്രയും ഭക്ഷണം നമുക്കോ? വഖദ് മാത ഇഖ്വാനുനാ ലം യശ്ബഉ മിൻ ഖുബ്സി അശ്ശഈർ വല്ലാഹി ലാ അത്അമു. ആമുർ റമാദയുടെ ശേഷമാണ് അത്രയും സംഭവം നടക്കുന്നത്. എത്രയോ പാവപ്പെട്ട എൻ്റെ അനുജന്മാർ, എൻ്റെ അനുജത്തിമാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ, ജ്യേഷ്ഠത്തിമാർ ബാർലിയുടെ ഒരു റൊട്ടി പോലും ഉണ്ടാക്കി വയറ് നിറക്കാൻ കഴിയാതെ എത്രയായിരം മരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് എനിക്കാണോ ഇത്രമേൽ ഭക്ഷണം നിങ്ങൾ ഒരുക്കി വെച്ചത്? വല്ലാഹി ലാ അകുലു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിലാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? പട്ടിണിയായി മരിച്ചുപോയ പാവങ്ങളോട്, ദാരിദ്ര്യത്തിൻ്റെ അവശതകൾ മുഴുവൻ കയ്പ് നീരുകൾ അനുഭവിച്ച് മരിച്ചുപോയ പാവങ്ങളോട് മനസാ വാചാ കർമ്മണ മഹാനവറുകൾ കൊടുത്ത സപ്പോർട്ടാണ്, അവരോടുള്ള വിധേയത്വമാണത്. വല്ലാഹി ലാ ആകുലു, ഇനി ഒരിക്കലും ഞാനിത് കഴിക്കില്ല, എനിക്കിത് കഴിക്കാൻ കഴിയില്ല, എനിക്ക് ഈത്തപ്പഴവും വെള്ളവും തന്നാൽ മതി. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഇൻ ജാഅ ഫീ ശിദ്ദത്തിൻ ഖൗമുൻ ശരിക്തുഹും ഫിൽ ജൂഇ ഔ തൻജലി അൻഹും ഗവാശിഹാ ജൂഉൽ ഖലീഫത്തി جوع الخليفة والدنيا بقبضته في الزهد منزلة سبحان موليها. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ആമുർ റമാദയിൽ
അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് നിവേദക സംഘങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മദീനയിൽ വരുന്നു. എന്തെങ്കിലും ഒന്ന് മദീനയിൽ ഉണ്ടാകും, കഴിക്കാൻ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ചീന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒട്ടിയ വയറുമായി മദീനയിലേക്ക് വരുന്ന ആയിരങ്ങൾ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇവർക്ക് മുഴുവനുമായി വലിയ ഒരു ഭക്ഷണം അവിടെ സംഘടിപ്പിച്ചു. ആ ഭക്ഷണം കഴിച്ചത് 7000 ആളുകളാണ് അന്ന് മദീനയിൽ ഒരൊറ്റ നേരം ഭക്ഷണം കഴിച്ചത്. അപ്പോഴേക്കും മദീനയുടെ ഗ്രൈനറി, ധാന്യ സൂക്ഷിപ്പ് പുരയിലെ എല്ലാം തീർന്നു പോയിട്ടുണ്ട്. ഒരു ഈത്തപ്പഴം പോലും ബാക്കിയില്ല. ഫറൂഖ് തങ്ങൾ ചോദിച്ചു, ഇവിടെ വരാൻ കഴിയാത്ത പാവപ്പെട്ട രോഗികൾ എത്ര പേരുണ്ട്? വൃദ്ധജനങ്ങൾ എത്ര പേരുണ്ട്? ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർ എത്ര പേരുണ്ട് എന്ന് നോക്കുമ്പോൾ 40,000 ആളുകൾക്ക് ഇനിയും അവിടെ ഭക്ഷണം വേണമായിരുന്നു. അപ്പോഴാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവേ, ഇങ്ങനെ മഴ കിട്ടാതെ ഞങ്ങൾ ബുദ്ധിമുട്ടായാൽ, ഇത്തരം ആളുകൾ വിശന്നു മരണപ്പെടുമ്പോൾ റബ്ബേ നീ എന്നോടതിന് കാരണം ചോദിക്കുമോ? ഞാനതിന് കാരണക്കാരനാകുമോ? എല്ലാവരോടും അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, നമുക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇസ്തിസ്ഖാ നിസ്കാരം നിർവഹിക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും ഇസ്തിസ്ഖാ നിസ്കാരത്തിന് ക്ഷണിക്കുകയാണ്, മഴയെ തേടിയുള്ള നിസ്കാരത്തിന്. വഴിയിലൂടെ പോകുമ്പോൾ മദീനയിൽ ആരും ചിരിക്കുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, എന്തേ ആളുകൾ മിണ്ടാത്തത്? ലാ യതഹദ്ദസൂന വലാ യദ്ഹഖൂന വലാ യംസഹൂൻ. തമാശ പറയുന്ന ആളുകളെ കാണാനില്ല, ചിരിക്കുന്നവരില്ല, എല്ലാവരും സങ്കടത്തിലാണ്. അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, എന്തേ ഇതിന് കാരണം? അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഖദ് സഅലൂ ഫലം യജിദൂ ഫഖതഉ സുആൽ. അവർ ചോദിച്ചു, ഒരുപാട് ഞങ്ങൾക്ക് വേണം, വല്ലതും തരണം എന്ന്. ആർക്കും കൊടുക്കാനില്ല, ഇനി ആരോടും അവർ ചോദിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് സങ്കടം കൊണ്ടാണ് മിണ്ടാത്തത്, സങ്കടം കൊണ്ടാണ് ചിരിക്കാത്തത് എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീനോട് അവർ മറുപടി പറയുന്നു. അല്ലാഹുവിൻ്റെ മുമ്പിൽ പാപമോചനം ചോദിച്ച് കരയാൻ പോവുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബീ വജ്സത്ത് അസ്സഅദി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നു. ഖറജ ഉമറു ബിനാ ആമർ റമാദ. ആമുർ റമാദയിൽ അതിശക്തമായ ഡ്രോട്ട് സംഭവിച്ച കാലം, ക്ഷാമം സംഭവിച്ച കാലം. ഞങ്ങൾ മുസല്ലയിലേക്ക് പോയി, ഞങ്ങൾക്ക് വേണ്ടി മഴയെ തേടി നിസ്കരിക്കാൻ. അമീറുൽ മുഅ്മിനീനാണ് ഇമാം. ഫകാന അക്സറ ദുആഇഹി അൽ-ഇസ്തിഗ്ഫാർ. അല്ലാഹുവേ പൊറുക്കണേ, അല്ലാഹുവേ മാപ്പ് തരണേ, പടച്ചവനെ എന്നോട് ക്ഷമിക്കണേ എന്ന് മാത്രമാണ് ഉമർ എന്നവരെന്ന് ദുആ ചെയ്തിരുന്നത്. ഹത്താ ഖുൽതു ലാ യസീദു അലൈഹി. ഇത് മാത്രമാണോ ഇന്നത്തെ ഖുതുബ, ഇത് മാത്രമാണോ ഇന്നത്തെ പ്രാർത്ഥന എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി. എന്നിട്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഖുതുബ നിർവഹിച്ചു. ഇത്തഖുല്ലാഹ ഫീ അൻഫുസികും. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വമാ ഗാബ മിനന്നാസി മിൻ അംരികും ഖദ് ബുതുലീതും ബികും വബുതുലീതും ബി. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ വിഷയത്തിലും ഇവിടെ വരാൻ കഴിയാത്ത 100 കണക്കിന് ആളുകളുണ്ട്, പാവങ്ങൾ. അവരെയും നിങ്ങൾ ഓർക്കണമേ. എത്ര മനോഹരമാണത്. നമ്മുടെ വീടുകളിൽ ഭക്ഷണവും വെള്ളവും വെളിച്ചവും സൗകര്യവും ഉണ്ടാകുമ്പോൾ അതിലൊന്നുപോലും കിട്ടാതെ നമ്മുടെ മഹല്ലുകളിലോ പരിസര പ്രദേശങ്ങളിലോ ആരെങ്കിലും കണ്ണീർ കുടിച്ച് കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കേണമേ എന്നൊരു പ്രഖ്യാപനമാണത്. നിങ്ങൾ നിങ്ങളെ മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ കാണാത്ത പാവങ്ങൾ നിങ്ങളുടെ മഹല്ലുകളിൽ കിടക്കുന്നുണ്ടാകും. ഇതുപോലും എഴുതാൻ കഴിയാതെ എത്രയോ പട്ടിണി പാവങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണമേ. ഫഖദുബ്തുലീതു ബികും വബ്തുലീതും ബി. ഞാൻ നിങ്ങൾക്ക് പരീക്ഷണമാണ്, നിങ്ങൾ എനിക്കും പരീക്ഷണമാണ്. ഫമാ അദ്രി അസ്സഖ്തത അലയ്യ ദൂനകും. അല്ലാഹു എന്നോട് മാത്രമാണോ കോപിക്കാൻ പോകുന്നത്? നിങ്ങളോടൊന്നും കോപിക്കാതെ എന്നോട് മാത്രം കോപിക്കുമോ?
ഔ അലൈക്കും ദൂനി, നിങ്ങളോട് കോപിക്കുകയും എന്നെ വെറുതെ വിടുകയും ചെയ്യുമോ? ഇതൊന്നും എനിക്കറിയില്ല. അവഖദ് അമ്മതുകും വഅമ്മത്നി ഫഹലുമ്മു, ഈ പരീക്ഷണം നമ്മെ എല്ലാവരെയും ഒരുപോലെ ബാധിച്ചതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. എന്തിന്? അരി വേണം, ഭക്ഷണം വേണം എന്നല്ല പറയുന്നത്. അയ്യുസ്ലിഹ ഖുലൂബനാ, നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി തരാൻ. ആരോടും വെറുപ്പില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും പകപോക്കാനില്ലാതെ, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം നമുക്ക് ലഭിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നോക്കണേ, പരിഹാരം അവിടെയാണ്. നമ്മോട് കരുണ കാണിക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പരീക്ഷണങ്ങൾ അള്ളാഹു എടുത്തു കളയാനും. കൈ ഉയർത്തി കരയുകയായിരുന്നു ഉമർ എന്നവർ. ജനങ്ങൾ മുഴുവനും അവർക്ക് പിന്നിൽ ദുആ ചെയ്യുന്നു. യബ്കൂൻ, അവരും കരയുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഹത്താ ജാഅത്തിർ റഹ്മത്തു മിനല്ലാഹ്, മഴ അതാ പെയ്യാൻ തുടങ്ങുന്നു. വളരെ മനോഹരമായ മഴ. മദീനക്ക് പരിസരങ്ങളിലും മദീനയിലും മുഴുവൻ മഴ പെയ്യുകയാണ്. ഇത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ കറാമത്തുൽ ഉമരിയ, അല്ലാഹു ഉമർ എന്നവർക്ക് നൽകിയ കറാമത്ത്, ബഹുമാനമാണത്. അല്ലാഹു നൽകുന്ന കറാമത്താണത്. അല്ലാഹു നൽകുന്ന ആദരവ്. ആ മഹാനുഭാവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. മദീനയിൽ അന്നൊരിക്കൽ ഒരു ഭൂകമ്പമുണ്ടായപ്പോ, മദീനയിൽ ഭൂകമ്പമുണ്ടായി ഉമർ തങ്ങളുടെ കാലത്ത്. ആ സമയം ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് ഭരണാധികാരി. മദീനക്കാരെ മുഴുവൻ പേടിച്ചു. പെണ്ണുങ്ങളും കുട്ടികളും പുറത്തേക്ക് ഇറങ്ങി ഓടി. വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിലേക്ക് വീഴുമോ എന്നവർ പേടിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിയന്തരമായി ഒരു വിളംബരം ചെയ്തു. പുരുഷന്മാർ മുഴുവനും മസ്ജിദുൻ നബവിയിലേക്ക് വരണം. ഹബീബിന്റെ മസ്ജിദിൽ അവരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവിടെ മിമ്പറയിൽ കയറി ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. ആ പ്രഭാഷണത്തിന്റെ അവസാനം മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. തിന്മകൾ നടക്കുന്നിടത്താണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നത്. ഇത് അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചു പോയ നാടാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ അങ്ങാടികളിലോ അല്ലാഹു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നടക്കുമ്പോഴാണ് ഇതുപോലെ പരീക്ഷണങ്ങൾ വരുന്നത്. ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഉമർ ഇവിടെ നിന്ന് രാജ്യം വിടും. ഉമർ നിങ്ങളോടുകൂടെ ലാ യുസാകിനന്നകും ബഅദഹാ ഉമർ, ഉമർ എന്നവർ നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഇനി മദീനയിൽ ഒപ്പമുണ്ടാകില്ലെന്ന് ഓർത്തോളൂ. ഇനിയൊരു ഭൂകമ്പത്തിന് അവസരം ഉണ്ടാക്കിയാൽ ഉമർ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ വളരെ ഗംഭീരമായൊരു ഉണർത്തൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് ഉമ്മത്തിന്റെ ചിന്തകളെ ഉണർത്തുകയാണ്. ഭൗതികമായ കാരണങ്ങൾ, ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്, സയൻസ് പഠിപ്പിക്കും. പക്ഷെ അതിനൊരു ആത്മീയമായ വശമുണ്ട്. അല്ലാഹുവിൻ്റെ ഇടപെടലാണ് ഇതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പാഠമാണ് ഉമർ എന്നവർ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുന്നത് അല്ലാഹുവിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് മടങ്ങാതിരിക്കുമ്പോഴാണ്. നമ്മുടെ ചിന്തകളിൽ നടക്കുന്ന ഓരോ നടത്തത്തിലും, കൊറോണ ഒക്കെ കഴിഞ്ഞു പോയത് നമ്മൾ മറന്നല്ലേ? എത്ര പെട്ടെന്ന് മറന്നു. എങ്ങനെ പേടിച്ച്, ഏതെല്ലാം റോഡുകൾ കവലകൾ അടച്ചു വെച്ച്, വീടുകൾ അടച്ചു പിടിച്ച്, ഒരാളെയും അകറ്റ് കയറ്റാതെ പുറത്തുകൂടെ കോവണി വെച്ചു കൊടുത്ത് അട്ടപ്പുറത്ത് കയറ്റിയിരുത്തി എന്തൊക്കെ കഴിഞ്ഞു പോയി. നമ്മൾ മറന്നു അതൊക്കെ. ഇപ്പോ ഫലമ്മ കശഫല്ലാഹു അൻഹുമുൽ ദുർ, പ്രയാസങ്ങളൊക്കെ നീങ്ങിയപ്പോ അങ്ങനെ ഒരു സംഭവേ നടക്കാത്ത പോലെ എത്ര ആളുകൾ മരണപ്പെട്ടു. എത്ര ആളുകളെയും കൊണ്ട് ആംബുലൻസുകൾ ഓടി. എത്ര ആളുകളെ കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടാതെ വന്നു. നമ്മളതൊക്കെ മറന്നോ? എത്ര യൗവനങ്ങൾ അതിൽ പൊലിഞ്ഞുപോയി. അവരൊക്കെ ഇന്ന് ഖബറിൻ്റെ ഉള്ളിലാണ്. നാളെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനിരിക്കുകയാണ്. നമ്മളിപ്പോൾ മേലെയാണ്, നമ്മൾ താഴെയാവും. അന്ന് കുറേ ആളുകൾ മേലെ വന്നിരിക്കും, പിന്നെ അവരും താഴേക്ക് പോകും. ഇങ്ങനെ വാടകയുടെ സമയം തീരുമ്പോൾ വീട് ഒഴിഞ്ഞുകൊടുത്ത് അവിടെ വേറൊരു വീട്ടുകാരൻ കയറി വരുന്ന പോലെ ഈ ഭൂമിയെ സമയം കഴിഞ്ഞാൽ ഒഴിവാക്കി അകത്തേക്ക് പോകുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. ആ ഒരു ബോധം
നമ്മിലുണ്ടെങ്കിൽ അതാണ് തഖ്വ, അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം. അതിനിടയിൽ കഴിയാവുന്ന സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാം. ആരോടും വെറുക്കാനോ വൈരാഗ്യത്തിനോ വെറുപ്പിനോ വിദ്വേഷത്തിനോ പോകല്ലേ. ആർക്കൊക്കെ ഒരു വാക്കുകൊണ്ട്, നിങ്ങൾക്കാർക്കും പൈസ കൊണ്ട് മുഴുവൻ ആളുകളെയും സഹായിക്കാൻ കഴിയില്ല കേട്ടോ. പക്ഷേ വലാകിൻ ബിത്വീബിൽ കലിം, നല്ല വാക്കുകൊണ്ട് നിങ്ങൾക്ക് സഹായിച്ചൂടെ? പുണ്യനബി ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖറജ്നാ മഅ ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ ഹർറത്തി വാഖിം. ഹർറത്ത് വാഖിം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞങ്ങൾ കടന്നുപോയി എന്ന് ഉമർ എന്നവരുടെ മൗലയായിരുന്ന അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു.